الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم وشر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവ്വലോക പരിപാലകനും മനുഷ്യരായ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ചോദിക്കാതെ പറയാതിരിക്കി തന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നും പോലെ നിങ്ങളെ നോക്കുകയാണ്. വിശ്വാസികളെ, പുണ്യ റമളാനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് 8 നോമ്പ് പൂർത്തിയാക്കി 9-ലാണ്. വേഗം വരും, വേഗം പോകും. ഇനി അടുത്ത ആഴ്ച നമുക്കിന്ന് 20-നോടടുത്ത്, നേരത്തെ ആഴ്ച നമുക്കിന്ന് കഴിഞ്ഞു. എപ്പോഴാണ് റമളാൻ വന്നത്? എത്തിയുള്ളൂ. മൂപ്പര് യാത്രയാകാനായി. വിശ്വാസികളെ, റമളാൻ നമ്മുടെ യാത്രയാകും. നമ്മൾ അവശേഷിക്കുമ്പോൾ തഖ്വയുള്ള മനസ്സ് നേടിയെടുത്ത് നിർവൃതിയിൽ ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രധാനം. എന്തിനാ നോമ്പ്? ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ കുറെ ചെല്ലി നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കാനാണ്. ഇവിടെ കോഴിക്കോട്ടെ നിങ്ങൾ ബസ് പോയി വെക്കാണെങ്കിൽ ബസ്സിന്റെ സൈഡിലാണ് ഇരിക്കണമെങ്കിൽ മുഖന്ന് അവിടെ എത്തിയിട്ടും ജസ്റ്റ് ഒന്ന് കഴുകി നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കർച്ചീഫ് ഉണ്ടെങ്കിൽ തുടച്ചു നോക്കുന്നുണ്ട്. കുറെ ചെളി ഉണ്ടാകും. ഒരു വർഷത്തെ ഓട്ടത്തിനിടയിൽ കുറെ ചെളി പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കാൻ വലിയ പുണ്യറമുള്ളതാണ്. സ്വടം ചെയ്യാനാണ്, ക്ലിയർ ആക്കാനാണ്. ക്ലിയർ ആയോ എന്ന് ആലോചിക്കും. എങ്ങനെ ക്ലിയർ ആകാം? നമ്മളായിട്ട് തന്നെ പരിശ്രമിക്കണം. നോമ്പ് അതിനൊരു വഴിയാണ്. സഹോദര, രാത്രി നിസ്കാരം അതിലൊരു വഴിയാണ്. ദിക്റുകളും ദുആകളും അതിലൊരു വഴിയാണ്. മൻസാമ റമളാനൻ ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സഹോദരൻ പുണ്യ റമളാനിൽ നോമ്പ് നോറ്റോ അവന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു കൊടുക്കും. 8 നോമ്പ് നോറ്റിട്ട് പാപങ്ങൾ പുറത്തു കിട്ടിയ ഭാഗ്യവാന്മാരാണ് ഞാനും നിങ്ങളും. വിശ്വാസികളെ, സൃഷ്ടിച്ച റബ്ബിന് നമ്മോട് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. നമ്മുടെ കാര്യത്തിൽ അത്രമാത്രം താല്പര്യമാണ്. കരുണാവാദിയായ റബ്ബിന് ഒരു സെക്കൻഡ് പോലും നരകാഗ്നിയിൽ പോകരുതെന്ന് റഹ്മാനായ റബ്ബ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് റമളാനിനെ നോമ്പിന്റെ മാസമായി തെരഞ്ഞെടുത്തുകൊണ്ട് നോമ്പ് നോൽക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നോമ്പിലൂടെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിച്ചോ. നോമ്പ് കൊണ്ട് ഉദ്ദേശം ജീവിതത്തിൽ വന്ന പാപങ്ങൾ കഴുകി വൃത്തിയാക്കലാണ്. തറാവീഹ് നമസ്കാരത്തിൽ എല്ലാവരും ഭാഗമാക്കണം. നോമ്പ് തുറന്ന ക്ഷീണത്തിൽ കിടന്നുറങ്ങല്ല. പകൽ നോമ്പ് നോൽക്കുന്ന പ്രിയപ്പെട്ടവൻ വിശ്വാസി രാത്രി റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ പ്രാർത്ഥനകളിൽ മുഴുകുകയാണ്. മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എന്തൊരു ഓഫറാണ് പ്രിയപ്പെട്ടവരെ! തറാവീഹ് നമസ്കാരത്തിൽ ഭാഗമാക്കായോ അവന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന നോമ്പുകാരിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നോമ്പിന്റെ മഹത്വത്തെ പറ്റി ഏറെ സംസാരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
നോമ്പിനാൽ ലക്ഷ്യത്തിലേക്ക് എത്താത്തവരുടെ പരാജയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. കമ്മിൻ സായിമിൻ, എത്ര നോമ്പുകാരാ, ലൈസ ലഹു മിൻ സിയാമി ഇല്ലൽ ളമഅ, നോമ്പ് കൊണ്ടവർക്ക് വെറും പട്ടിണി മാത്രമേ ലഭിക്കൂ, ഉറക്കമൊഴിക്കൽ മാത്രമേ നിസ്കാരം കൊണ്ട് ലഭിക്കൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ വിശ്വാസികളെ ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. നമുക്കൊരു വാശി വേണം. എനിക്ക് എന്റെ മനസ്സ് സിത്താവിനെ പറ്റി ഒരു ബോധ വിശ്വാസത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തണം. എന്റെ റബ്ബിന്റെ ഇഷ്ടം എനിക്ക് സമ്പാദിക്കണം, അനുഗ്രഹത്തിന്റെ സ്വർഗം എനിക്ക് ലഭിക്കണം. മുത്തഖീങ്ങൾക്കാണ് സഹോദര മഫാസ് ഫൗസ് ഉള്ളത്. ഈ ഇരിക്കുന്ന നിങ്ങൾ ആലോചിക്കും, കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പമുള്ളവർക്ക് അവരല്ലേ. എത്ര ആളുകൾ രോഗത്തിന്റെ അടിമപ്പെട്ട് കഴിയുന്നുണ്ട്. കിഡ്നി ബുദ്ധിമുട്ടുള്ളവരില്ലേ, ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുള്ളവരില്ലേ, സ്ട്രോക്ക് വന്ന് പ്രിയപ്പെട്ടവരെ തളർന്നു കിടക്കുന്നവരില്ലേ. അതിലൊന്നും പെടാതെ ഞാനും നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് സൃഷ്ടിച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ടാണെന്ന തിരിച്ചറിവ് മുഅ്മിനീങ്ങളിൽ നമുക്കുണ്ടാകണം. സാഹചര്യം അനുകൂലമാണ്. ഏത് സാഹചര്യത്തിലെ നോമ്പിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നന്മ ആഗ്രഹിക്കുന്നവരെ ഓടിവാന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. തിന്മയുടെ മനസ്സാണോ ഇപ്പോ അണക്കുന്ന ചാൻസ് ഇല്ല. നോമ്പിന്റെ സാമൂഹിക അന്തരീക്ഷം അങ്ങനെ. റസൂലുള്ളാഹി പറയാ, നന്മ കുതിക്കുന്നവനെ ഓടിവാ. തിന്മയാണോ നിന്റെ ജീവിതത്തിൽ ഉദ്ദേശമെങ്കിൽ പറകോട്ട് പോകണം. നിനക്കിവിടെ ഇടമില്ലെന്ന് പറയുന്ന സാമൂഹിക അന്തരീക്ഷത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. എന്താ നോമ്പിന്റെ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാനാണ്. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന നോമ്പുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളെ, ഇന്ന് മറ്റൊരു വിഷയത്തെ പറ്റിയാണ് എത്രയും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വിശ്വാസികളെ, ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ എന്നല്ലേ സക്കാത്ത്. മൂന്നാമത്തതാണ് സക്കാത്ത്, നാലാമത്തതാണ് നോമ്പ്, അഞ്ചാമത്തെ ഹജ്ജാണ്. ഇസ്ലാം 5 തൂണിലാണ് നിലകൊള്ളുന്നത്. ഒന്ന് ഷഹാദയാണ്, മറ്റൊന്ന് നമസ്കാരമാണ്, 3 പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുന്നത് സക്കാത്താണ്. സക്കാത്തിന്റെ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് ഓരോരുത്തരും ഒരു അല്പസമയം ആലോചിക്കും. ഖുതുബങ്ങനെ കേൾക്കുമ്പോ, പടച്ചോനെ എനിക്ക് 50 വർഷമായി, ഞാൻ ഇതുവരെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ഓരോരോ മഹല്ലുകളിൽ സക്കാത്ത് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോ, അതിൽ പൈസ കൊടുക്കുന്നവിടെ ആ എണ്ണങ്ങൾ നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, എന്തിയാ ചങ്ങാതി സക്കാത്ത് കൊടുക്കാത്തു? പലപ്പോഴും ആലോചിക്കേണ്ടി വന്നിട്ടുണ്ട്. അയാളിവിടെ സക്കാത്ത് നൽകുന്നില്ലേ? വിശ്വാസികളെ സംഘടിതമായി ശേഖരിച്ചുകൊണ്ട് സക്കാത്ത് വിതരണം ചെയ്യുന്ന രീതിയാണ് ഇസ്ലാം. വ്യക്തി കൊടുക്കുന്ന സക്കാത്തല്ല പ്രിയപ്പെട്ടവരെ, ഇഷ്ടദാനമാണ്. കല്യാണത്തിന് ഞാൻ കൊടുത്തു, മറ്റു വിഷയത്തിന് കൊടുത്തു, മറ്റു വിഷയത്തിന് കൊടുത്തു എന്ന് പറയുമ്പോ പൂർണ്ണമായി സക്കാത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല. മറിച്ച് ഒരു വർഷം കൂട്ടിക്കഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂട്ടിക്കഴിച്ചുകൊണ്ട് കൃത്യമായി 2.5 സക്കാത്ത് കൊടുക്കുന്നുവെങ്കിൽ മാത്രമേ സക്കാത്ത് എന്ന അനുഗ്രഹീതമായ സംവിധാനത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. വ്യക്തി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ പലപ്പോഴും സക്കാത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തല്ലേ. അത് സ്വതക്കയാണ്, ഇഷ്ടദാനമാണ്. എന്റെ ഇസ്ലാം സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ ഉച്ചനീചത്വം ഇല്ലാതിരിക്കണം. കൊടുക്കുന്നവനെന്നും കൊടുക്കുന്നവനും വാങ്ങുന്നവനെന്നും വാങ്ങുന്നവനും ഈ ഒരു ചിന്ത, ഈ ഒരു അവസ്ഥ ഉമ്മത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണമെന്നാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. വാങ്ങുവനെന്നും കാണുമ്പോൾ തലചൊറിയുന്ന അവസ്ഥ പാടില്ല. സക്കാത്തിന് അർഹതപ്പെട്ട ആൾ സക്കാത്തിൽ നിന്ന് പൈസ വാങ്ങുന്നുവെങ്കിൽ, 1 ലക്ഷം വാങ്ങുന്നുവെങ്കിൽ അഭിമാനത്തോടു കൂടി വാങ്ങാം. അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ പറ്റി ആരെങ്കിലും ഒരു സക്കാത്ത് കൊടുക്കാത്ത ആളാണ് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾ ആലോചിക്കും. ആ മയമാക്ക് നിസ്കരിക്കാത്ത ആളാണല്ലോ ഉറപ്പ്, അല്ലെങ്കിൽ അത്രമാക്ക് നിസ്കരിക്കുന്നില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറയും, ആ ചങ്ങാതി പള്ളിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോകും, നിസ്കരിക്കുന്നില്ലല്ലോ, വയസ്സ് എത്രയായി. എന്നാൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ പറ്റി അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾ ആലോചിക്കും. സക്കാത്ത് കൊടുക്കാത്തൊരു സുഹൃത്തിനെ പറ്റി സക്കാത്ത് കൊടുക്കാത്ത ആളാണല്ലോ പറയാറില്ല. എന്തേ? അതിന്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് ശൈത്താൻ ഇല്ലാതെയാക്കിയിരിക്കുന്നു. നിസ്കാരത്തെ പോലെ ഗൗരവമാണ് സക്കാത്ത്. വിശ്വാസികളെ തനിക്ക് നൽകാൻ അർഹതപ്പെട്ട് സക്കാത്തിന് വീതം കൃത്യമായി നൽകിയില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ അവനെ മെമ്പറാക്കാൻ പാടില്ലെന്ന് ഖുർആനല്ലേ നമ്മോട് സംസാരിക്കുന്നത്. അവർ തൗബ ചെയ്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ച് സക്കാത്തും കൃത്യമായി നൽകുന്നുവെങ്കിൽ അപ്പോഴേ മുസ്ലിം ഉമ്മത്തിൽ അവർ മെമ്പർമാരാവുകയുള്ളൂ. ഒരു നാണയത്തിന്റെ 2 പുറങ്ങളാണ് സക്കാത്ത്. ഈ വിഷയത്തിൽ എത്ര ആയത്താണ് ഓരോ സമയമല്ല. ശിർക്ക് ചെയ്യുന്നവർക്ക് നാശം. അവരാരാ? അല്ലദീന ലാ യുതൂന സക്കാത്ത്, സക്കാത്ത് കൊടുക്കാത്തവരാണവർ. വിജയിച്ചു വിശ്വാസികൾ എന്ന് പറഞ്ഞിടത്ത് മുഅ്മിനൂൻ എന്ന സൂറയിൽ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, വിജയിച്ചു വിശ്വാസി എന്ന് ഖുർആൻ പറയാണ്. മുഅ്മിൻ വിജയിച്ചു, അവൻ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവനാണ്,
വ്യക്തമായ വിഷയങ്ങളിൽ നകന്നകന്നു പോകുന്നവനാണ്. സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ്. മുത്തഖിയുടെ ലക്ഷണമാണ് പ്രിയപ്പെട്ടവരെ സക്കാത്ത്. ശരിക്കും മനുഷ്യന്റെ ഈമാൻ അളക്കൽ എങ്ങനെ? സാമ്പത്തിക അവസ്ഥയിൽ തന്നെ ഒതുർക്കാൻ വേണ്ടി വെള്ളം മതി എന്ന് പറഞ്ഞതാണ്. അതിനൊന്നും വല്ലാതെ ചെലവില്ല. എന്നാ തന്റെ കൈകളാൽ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ സുഹൃത്തെ കൂട്ടിക്കഴിച്ച് സക്കാത്തിന്റെ സെല്ലിലേക്ക് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നന്മയുടെ വഴിയിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവന് മാത്രമേ സാധിക്കുള്ളൂ. ഈ സംസാരം കേൾക്കുന്ന ഞാൻ നിങ്ങളും ആ കൂട്ടത്തിൽ ഉൾപ്പെടണം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞെടുത്ത്, നരകത്തിൽ രക്ഷപ്പെടുന്ന ആളുകളെ പറ്റി പറഞ്ഞെടുത്ത്, നരകത്ത് ഞാനിതാ കൂട്ടരെ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ആരാ അവിടെ നിന്ന് രക്ഷപ്പെടുക? മുത്തക്ക് രക്ഷപ്പെടും. മുത്തക്ക് രക്ഷപ്പെടും. അവന്റെ ഒന്നാമത്തെ ഗുണം എന്താ? ഓന്റെ സക്കാത്ത് കറക്റ്റ് കൊടുക്കുന്ന അവനാണ് മുത്തക്കി. ശ്രദ്ധിച്ചോളും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാവരും മനസ്സ് വെച്ചോളും. നമുക്ക് നൽകാൻ അർഹതപ്പെട്ട് ചിലപ്പോൾ 2000 രൂപയായിരിക്കും പ്രിയപ്പെട്ടവരെ നൽകണം നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് ഹറാമായി തീരും. സക്കാത്ത് നൽകാൻ അർഹതപ്പെട്ട വിഹിതം നമ്മൾ നൽകാതിരുന്നാൽ, അത് നമ്മുടെ മക്കളൊക്കെ നൽകുന്ന ഭക്ഷണത്തിൽ കഴന്നാൽ ഹറാമ് നമ്മുടെ മക്കളെ തീറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമെന്ന് നമ്മൾ ഭയപ്പെടണം. പ്രവാചകന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വന്നപ്പോ അന്ന് ആമിലികൾ ഉണ്ടാകും സക്കാത്തിന്റെ വിഹിതം കളക്ട് ചെയ്യാൻ ജോലിക്കാരൻ നിശ്ചയിച്ചു. 8 വിഭാഗത്തിന്റെ സക്കാത്തിന്റെ ഒരു വിഭാഗം ആമിലിങ്ങളാണ്, സക്കാത്തിന്റെ ജോലിക്കാർ. പ്രവാചകൻ ഇസ്ലാമികമായ അന്തരീക്ഷമുള്ള നാട്ടിൽ അങ്ങനെയായിരുന്നു. അതിൽ റസൂലുള്ളാഹി വഫാത്തായപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പ്രവാചകന്റെ കൈകളിലായിരുന്നു ഞങ്ങൾ ബൈത്തുൽ മാലിലാണ് കൊടുത്തിരുന്നത്. അതൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രവാചകൻ റസൂലുള്ളാഹി വഫാത്തായത് കൊണ്ട് ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുർത്തദീങ്ങളോട് യുദ്ധ പ്രഖ്യാപനം ചെയ്തെന്ന മുർത്തദീങ്ങളായ ദീനിൽ നിന്ന് ഭ്രഷ്ടരായവർ. അവിടെ ഉദ്ദേശിക്കുന്ന ഇസ്ലാം ദീനിൽ നിന്ന് പിറകോട്ട് പോയവരുന്ന് ഇവരാണവർ. സക്കാത്തിന്റെയും നിസ്കാരത്തിന്റെയും കാര്യം 2 നിലപാട് സ്വീകരിക്കുന്നവർ യുദ്ധ പ്രഖ്യാപനം നടത്തുക തന്നെ ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓലൊക്കെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നോക്ക്, നിങ്ങൾ ഒരൊട്ടകത്തിന്റെ കയറിന് പ്രവാചകത്തിന് എനിക്ക് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നൽകില്ല നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരോട് യുദ്ധ പ്രഖ്യാപനം നടത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. അതിന്റെ ഗൗരവം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ ഈ ഹുത്തുബ ഇങ്ങനെ കേൾക്കുമ്പോൾ ആലോചിച്ചോളൂ. ഇന്നെ പേരിൽ പോയിട്ട് വീട്ടിൽ ആലോചിക്കും, വീട്ടിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക. കുട്ടികളുടെ മക്കളൊക്കെ പാടാം. നമുക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടോ? ശമ്പളത്തിന്റെ സക്കാത്ത് കൊടുക്കണം, കെട്ടിടത്തിന്റെ വരുമാനത്തിന് സക്കാത്ത് കൊടുക്കണം, കാർഷിക വിളകളുടെ സക്കാത്ത് കൊടുക്കണം, സ്വർണ്ണുണ്ടോ സക്കാത്ത് കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. നിങ്ങളാലോചിച്ചൊക്കെ എല്ലാവരും കൃത്യമായി നൽകാൻ അർഹതപ്പെട്ട് നൽകിയാൽ സുഹൃത്തുക്കളെ ഇവിടെ ഒരു പട്ടിണി പാവം ഉണ്ടാവില്ല. നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂടി, നിങ്ങൾ ആലോചിച്ച് നോക്കൂടിയവരെ. ഈ പാവങ്ങളായി കഷ്ടപ്പെടുന്നവരെന്നും അങ്ങനെ തന്നെ കഴിയണമെന്ന് ഇസ്ലാം ഉദ്ദേശിക്കുന്നില്ല. ചിലവരെ കയ്യിൽ കുറച്ചും കൂടുതൽ കൊടുത്ത് ആ അടിയനോട് അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, എല്ലാം മനസ്സിലായിക്കോളും. ഒരാൾക്ക് എന്നും പട്ടിണി പായരം പ്രയാസം ബുദ്ധിമുട്ട്, ആ അടിയനോട് പടച്ചവന് പ്രത്യേകിച്ച് വെറുപ്പുമില്ല. ചില ആളുകളുടെ കൈകൾ കൊടുത്തിട്ട് അള്ള ഇങ്ങനെ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് മറ്റവരിലേക്ക് ഇങ്ങനെ ഒഴുകുന്നുണ്ടോ നോക്കണം. ഒഴുകുന്നില്ലെങ്കിൽ അവൻ കുടുങ്ങന്നെ ചെയ്യും. എവിടെ കൊടുങ്ങും? ഇവിടെ തന്നെ കൊടുങ്ങും. ഇവിടെ തന്നെ പടച്ചവൻ പിടിക്കും. സക്കാത്ത് കൊടുക്കാത്തതിന് ദാരിദ്ര്യം നൽകുമെന്ന് റസൂലുള്ളാഹി പറയാം. സക്കാത്ത് കൊടുക്കാത്തതിനെ പരീക്ഷിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഈ ബുത്തലാഹുവെന്ന ഒരു കൗമ് സക്കാത്ത് നൽകാതിരുന്നാൽ വ്യത്യസ്ത പരീക്ഷണങ്ങളാണ് സമൂഹത്തെ റഹ്മാനായ കൈകാര്യം ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് എത്ര ഗൗരവമാണത്. എല്ലാവരും സുഖത്തിലും സന്തോഷം കഴിയണമെന്ന് തന്നെയാണ്. ചിലർക്ക് ഏറ്റവും വ്യത്യാസമുള്ള നൽകി. ഈ നാടിന്റെ കെട്ടുറപ്പിനാണ്. എല്ലാവരും മുതലാളിമാരാൻ പറ്റില്ല, എല്ലാവരും പാവപ്പെട്ടവരല്ല, എല്ലാവരും സാധുക്കളായി ജീവിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാ കാര്യത്തിനും വ്യത്യസ്ത അവസ്ഥകൾ വേണം. ഈ വിരലൊക്കെ ആണെങ്കിൽ വ്യത്യസ്ത വലുപ്പല്ലേ, എങ്കിലേ ഇതുകൊണ്ടൊരു കാര്യം മുറുക്കി പിടിക്കാൻ പറ്റുള്ളൂ. ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഉള്ളവൻ നൽകണം. നൽകാതിരുന്നാൽ ഇഹത്തിനും പരത്തിനും സിട്ടാവിന്റെ ശാപകോപങ്ങൾക്കും വിജയനായി വരും. എല്ലാവരും കൊടുക്കണം പ്രിയപ്പെട്ടവരെ. 2%, 1 ലക്ഷം ഉണ്ടോ? 2.5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ കയ്യിലുണ്ട്, 2,000 രൂപ സക്കാത്തിന് കൊടുത്തു. സ്വർണത്തിന്റെ സക്കാത്തും കൊടുക്കണം. 10.5 പവൻ നിശാബാണ്. 10.5 പവൻ നിശാബാണ്. 10.5 മീത് ഒരു മില്ലി അധികം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കൊടുക്കണം. ആ മില്ലിക്ക് കൊടുത്താൽ പോലെ. 11 ഉണ്ടെങ്കിൽ വിചാരിച്ച അരക്ക് കൊടുത്താൽ പോലെ 11 കൊടുക്കണം. ഇപ്പത്തെ വില എത്ര? ആ വില 1 ലക്ഷം ഉണ്ടെങ്കിൽ 1.10 ഉണ്ടെങ്കിൽ അത് ടോട്ടൽ കൊണ്ട് അതിന്റെ 2% കൊടുക്കണം. വാങ്ങിയപ്പോൾ 25,000 കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ കൊടുത്താൽ പറ്റില്ല. ഇപ്പോഴുള്ള വിലക്കനുസരിച്ച് തന്നെ നമ്മളെ കയ്യിലുള്ള ഗോൾഡിന് ഇപ്പോഴത്തെ നിലവാരത്തിനനുസരിച്ച് എത്ര പൈസ കിട്ടുമെന്ന് അന്വേഷിക്കാം. എന്നിട്ട് അതിന് 2.5 കൊടുത്തേ പറ്റും. എന്നാ സഹോദരങ്ങൾ, ഇപ്പൊ ഒരു വീട്ടിൽ വാപ്പാക്ക് 4-5 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു മസലയാണ്, ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ കേട്ടോ. ഒരു വാപ്പാക്ക് 4-5 കുട്ടികളുണ്ട്.
എല്ലാ കുട്ടികളുടെ കയ്യിൽ 2-3 പവനുണ്ട് എന്ന് വിചാരിച്ചത്. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കണം. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ അതിൽ പറയുന്നത് എന്നാ കുട്ടികൾക്കാണ് കൊടുത്തു, അണക്ക് ഇത് ഇനി വാപ്പാക്ക് വേണ്ട, അണക്ക് തന്നെ ഞാൻ കെട്ടിച്ചു പോകുമ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടി വാപ്പാൻ്റെ തരണ്ട് കൊടുത്തു വിചാരിച്ചോളി. ഇന്ന് അതിന് വസൂല് വാപ്പയല്ല, മറിച്ച് വാപ്പാന്റെ 3 കുട്ടികൾ കെട്ടിച്ചു പോയിട്ടുള്ള ചെറിയ 4 മക്കളാണ്. അവരുടെ ഒക്കെപ്പാടെ കൂട്ടിക്കിടിക്കുമ്പോൾ 15 പവണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അതിന്റെ മസ്കൂലാരാണ്? വാപ്പയാണ്. കാരണം വാപ്പാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം വന്നാൽ 4 വീട്ടിൽ ഊരിയിട്ട് വിൽക്കും. എങ്കിൽ മറിച്ച് തോളഞ്ഞൽ കൊടുത്തു, എൻ്റെ ഇനി വാപ്പ തൊഴൂല, എൻ്റെതാണ് എന്ന് പറഞ്ഞ 10.5 പവൻ വരെ ആ മകന് ആ മകൾക്ക് നിസാബാണ്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൊടുത്തു. ഞാൻ എൻ്റെ വാപ്പാക്ക് വേണ്ട, എനിക്ക് ഞാൻ തന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിച്ചു പോകുന്നു. മറിച്ച് പ്രയാസം ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അതൊക്കെ പാടണ്ട് ഊരിക്കാണി, ആ വളണ്ട് ഊരിക്കാം, മറ്റേ വാലിന് ഊരിക്കാം എന്ന് പറയുന്നത് ഒരു മസ്കൂൽ ഉത്തരവാദി വാപ്പയാണെങ്കിൽ ആ വാപ്പ അത് കൂട്ടിക്കിഴിച്ചിട്ട് എത്ര ഉണ്ടോ ഒരു 11.5 പൗണ്ടെങ്കിൽ എൻ്റെ കൂട്ടിക്കിഴിച്ച് സക്കാത്ത് കൊടുക്കണം. ഇവിടെ വരെ എത്ര ഗൗരവമാണ്. മഹാനായ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഒരു സ്ത്രീ ഒരു മോളയുടെ വിഷയങ്ങൾ സംസാരിക്കാൻ ഇങ്ങനെ വരാൻ മഹാനായ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയുടെ കയ്യിൽ നിന്ന് നല്ല കട്ടിയുള്ള 2 സ്വർണ്ണവല കണ്ടു. പ്രവാചകൻ ചോദിച്ചു, സഹോദരി, പെൺകുട്ടിയുടെ ഈ വളക്ക് നല്ല കട്ടിങ്ങനുള്ളതാണ്, അപ്പൊ റസൂൽ ചോദിച്ചു സക്കാത്ത് കൊടുത്തു ചോദിച്ചു. യാ റസൂലുള്ളാഹ്, പ്രവാചകരെ കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരിയോട് ചോദിക്കാൻ, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ, നീ സന്തോഷിക്കുന്നു, നരകത്തിന്റെ 2 വണ നിന്റെ മോളെ അണിയിപ്പിക്കപ്പെടുന്നത് നിനക്കിഷ്ടണ്ടോ, നീ ഇഷ്ടപ്പെടുമോ എന്ന് പ്രവാചകൻ തിരുമേനി ഗൗരവത്തോട് ചോദിക്കും. ഇതുവരെ സക്കാത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം അതിന്റെ സക്കാത്തിന്റെ വിഹിതം നൽകാൻ ഉമ്മയോട് പ്രവാചകൻ ഗൗരവത്തോടു കൂടി ഉണർത്താൻ. എന്താ സഹോദരങ്ങൾ, ഇതൊക്കെ പ്രധാന നമ്മുടെ പരലോക രക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരും സക്കാത്തിന്റെ കാര്യത്തിനോടൊന്നും ഉള്ളത് എത്ര ചിലപ്പോൾ 550 ഉണ്ടാവുള്ളൂ. അത് സെല്ല് ശരിക്കും സക്കാത്ത് സെല്ല് കൃത്യമായി ഇവിടെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മഹല്ലിൽ, നമ്മുടെ ഈ പള്ളിയിൽ സക്കാത്തിന്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ട്. ഓരോരോ വർഷവും ഓരോരോ പ്രശ്നങ്ങൾ. ഒരേ വീട് തേച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നു, വീട് വാർപ്പിന്റെ കാര്യത്തിൽ ഇടപെടുന്നു. അതല്ല, ഒരു മഴീഷത്തിന്റെ ഒരു വഴി കുറെ ഉള്ള പൈസക്കെപ്പാട് കവറിലാക്കി പലയിടങ്ങളിൽ നടക്കണതാണ്. റമളാൻ കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച കൂടും സക്കാത്ത് കമ്മിറ്റി. ഇങ്ങോട്ട് എല്ലാ കേസിനും 500 രൂപ 2000 രൂപ എടുത്തിട്ട് സക്കാത്ത് കഴിഞ്ഞു. അതല്ല ഇസ്ലാമിന്റെ സക്കാത്തിന്റെ അവസ്ഥ. ഒരു മഹലിൽ അർഹതപ്പെട്ടവർ ആരൊക്കെ ഉണ്ടോ ആ ആളുകളൊക്കെ കറക്റ്റ് പരിശോധിച്ച ഏരിയയിൽ പോയി അന്വേഷിച്ചിട്ട് ഒരു വർഷം ഒരു മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ അടുത്ത വർഷം ആ സുഹൃത്തിയൽപ്പന 1000 രൂപ സക്കാത്തിലേക്ക് പൈസ ഇരുന്നവനായി തീരും. പ്രവാചകന്റെ കാലത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലായിരുന്നു എന്നെന്താ ഓരൊക്കെ മുതലാളിമാരായിട്ടല്ല, അതിന്റെ കാര്യത്തിൽ കൃത്യതയും കണിശയും വെച്ച് പുലർത്തിയിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ഗൗരവമാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചോളും. നമുക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം തൗഫീഖ് ഉണ്ടാകുന്ന ഈ വിഷയത്തിൽ ഗൗരവം കാണിച്ചു. ഞാൻ ഓതിക്കേൽപ്പിച്ചല്ലോ ആയത്ത്, അള്ളാഹു ഒരാൾക്ക് സക്കാത്തിനുള്ള സ്വത്ത് നൽകി. റഹ്മാനായ ഒരാൾക്ക് ഫള് നൽകി. എന്നാൽ ഫലം യുഅദ്ദി സക്കാത്തുഹു, അവൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് ഖൈറാണെന്ന് വിചാരിക്കണ്ട. കെട്ടിപ്പൂട്ടി വെക്കുന്നു പലരും. നന്മയുടെ വഴിയിൽ 5 കാശും ചെലവഴിക്കില്ല. എത്ര ആളുകൾ അവന്റെ മുന്നിലേക്ക് വന്നാലും വേറെ വിഷയങ്ങൾക്ക് അവന് വാരി വിതറും. ദീനിന്റെ വഴിയിൽ ഒരു 5 കാശ് ചെലവഴിക്കില്ല. സക്കാത്ത് അവൻ നൽകില്ല, സദഖ നൽകില്ല. ഈ സുഹൃത്തിന്റെ കാര്യം നിങ്ങൾ ആലോചിക്കണേ. മറിഞ്ഞ രൂപണ എന്താ ഉപകരിക്കും? ഏക്കറുകളുണ്ട്, ATM കാർഡുകളുണ്ട്, ബാലൻസുകളുണ്ട്. ഖബറിന്റെ ഏകാന്തതയിൽ എന്തേ സുഹൃത്തുക്കളെ ഉണ്ടാകൂ. നമ്മൾ ഈ വർഷത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ട കാര്യം ഖുത്ബ കേൾക്കുമ്പോ ഖുത്ബ കഴിഞ്ഞ് തന്നെ ആലോചിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊടുത്തു. അടുത്ത ആഴ്ചക്ക് മുമ്പിൽ നമ്മൾ മരിച്ചാൽ ഖബറിന്റെ ഏകാന്തതയിൽ അത് നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരാൾക്ക് അല്ലാഹു സക്കാത്തിന് പൈസ കൊടുത്തിട്ട്, സമ്പത്ത് കൊടുത്തിട്ട്, ഐശ്വര്യം കൊടുത്തിട്ട് സുഹൃത്തെ അവൻ ആ നന്മയുടെ വഴിയിൽ ചെലവഴിക്കുന്നില്ലെങ്കിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടേണ്ടി വരും. ആ ഹദീസ് നീണ്ടു പോവുകയാണ്. ആ സ്വത്ത് അവന്റെ ശരീരത്തിൽ തീയായി അണിയിക്കപ്പെട്ടുകൊണ്ട് അവന് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മഹാനായ റസൂൽ. എന്നിട്ട് ആയത്തിന് വ്യൂത തൗബ സൂറത്ത് ആൽ ഇംറാനിലെ 180-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. അല്ലാഹു ഐശ്വര്യം നൽകിയിട്ട് അത് റബ്ബിന്റെ വഴിയിൽ ചെലവഴിക്കാൻ മനസ്സ് കാണിക്കാത്തവരെ അത് നിങ്ങൾക്ക് ഗുണകരമാണെന്ന് വിചാരിക്കണ്ട.
സയുതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ. നിന്റെ ശരീരത്തിൽ അത് കണ്ടാഭരണമായി പരലോകത്ത് അണിയിക്കപ്പെടുമെന്നാണ്. പരലോകത്തിന് പുലിവാലാകുന്നതാ പ്രശ്നം. ചില ആളുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് മുതലുണ്ടായപ്പോൾ കൊടുക്കായിരുന്നു എന്ന് വിചാരിക്കണ്ട. അങ്ങനെയൊന്നും വിചാരിക്കും. വെള്ളീനനുസരിച്ച് കൊടുത്താൽ മതി, വെള്ളീനനുസരിച്ച് കൊടുത്താൽ മതി. ഇവിടെ ഒരു 5 നേരം നിസ്കാരത്തിന് ശ്രദ്ധ പുലർത്തുന്ന പോലെ. പിന്നെ ചില ആളുകൾ പറയും ഒക്കെപ്പാടെ കൂട്ടിക്കിഴിച്ചപ്പോ ഒന്നുമില്ല, എന്നാ കടം വാങ്ങിയിട്ട് സക്കാത്ത് കൊടുക്കൊന്നും വേണ്ട. തന്റെ കയ്യിൽ എത്ര വന്നു അതിന്റെ 2.5 കൊടുത്ത് എത്ര റാഹത്ത അവിടെ കൊടുത്തത്. 1000 ഉറുപ്പികയാണെങ്കിൽ 25 ഉറുപ്പികയിലേ സക്കാത്തുള്ളൂ. 1000 ഉറുപ്പികയാണെങ്കിൽ 25 ഉള്ളൂ. 1 കോടിന്റെ 2.5 ലക്ഷം രൂപ. 1 കോടി എന്റെ കയ്യിൽ കുറച്ച് ഉറപ്പല്ലേ നൽകിയത്. എന്റെ കഴിവോ പ്രാഗൽഭ്യമോ സർട്ടിഫിക്കറ്റിന് മികവോ നിന്റെ തടിമെടുക്കൊണ്ടാണോ നിന്റെ കയ്യിൽ പൈസ വന്നത്? അല്ല. അള്ളാഹു ഉദാരി നിന്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ അത് ഈ കൊടുക്കണനുസരിച്ച് ഇങ്ങനെ വരും. നല്ല ശ്രദ്ധിച്ചോളൂ. കൊടുക്കാത്തവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അറിയാതെ പോകും അല്ലേ. തൊട്ടടുത്തൊരു MRI വരും, മറ്റൊരു CT സ്കാൻ വരും. ആകോന് ചിലപ്പോൾ ഒരു 25,000 കൊടുക്കാറുള്ളൂ. അത് കൊടുക്കാതെ ശൈത്താൻ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ശൈത്താൻ പറയുന്നതാണോ അശൈത്താൻ യാതൊരു ഫക്കർ, ദാരിദ്ര്യം ഇങ്ങനെ സൂചിപ്പിക്കും. കൊടുക്കണ്ടടാ, എന്റെ കുട്ടിന്റെ ഫീസ് അടച്ചൂടെ, ഞാൻ ഫ്രിഡ്ജ് ഇപ്പൊ കുറെ കാലമായി കേടുന്നിട്ട് അതൊന്ന് മാറ്റിക്കൂടെ. ഇതൊക്കെ ശൈത്താന്റെ വർത്താനങ്ങളാണ്. അവിടെ വെച്ച് നമ്മൾ അവിടെ നിന്നാൽ അള്ളാഹിന്റെ പ്രയാസങ്ങൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ തേടിയെത്തും. ഇവിടുത്തെ സാധുക്കളും കഷ്ടപ്പെടുന്നവരും ഒക്കെ എന്നും അങ്ങനെ കഴിയാനല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അവരുടെയൊക്കെ ഉയർച്ചയും അവരുടെ അന്തസ്സും അഭിമാനത്തിനും ഈ സമ്പത്ത് കൃത്യമായി വിനിയോഗിക്കണം ഇസ്ലാം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതേ ഉണ്ടാവുള്ളൂ. അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരാൾ അള്ളാഹിന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കാൻ സെല്ല് കൊണ്ടുപോയിട്ട് സക്കാത്ത് സെല്ല് കൊടുക്കാൻ 10,000 രൂപ പ്രാർത്ഥിച്ചു കൊടുക്കണം. പഠിച്ചോനെ അടുത്ത വർഷത്തിൽ 15,000 കൊടുക്കാൻ എനിക്ക് ബർക്കത്ത് കൊണ്ടാന്ന് പ്രാർത്ഥിച്ച് അപ്പം മലക്കും പ്രാർത്ഥിക്കും. അള്ളാഹു മാളത്തി ഇന്ത്യയുടെ പ്രാർത്ഥന പോലെ പ്രിയപ്പെട്ടവരെ, മലക്ക് പ്രാർത്ഥിക്കും. അള്ളാഹ് കൊടുക്കല്ലാ, കൊടുക്കുന്നവന്റെ കൈകളിൽ ഏറ്റവും അനുഗ്രഹം കൊടുക്കല്ല എന്ന് മലക്കുകൾ ദുആ ചെയ്യും. ആ പ്രാർത്ഥന സ്വീകരിക്കും. ഓന് ഉള്ളത് ഇങ്ങനെ അവന്റെ കയ്യിലുള്ള പൈസ ചെലവാകൂല. അള്ളാന്റെ തൗഫീഖിനുണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഈ വർഷത്തെ ഖുത്ബ കേൾക്കുന്നതോടുകൂടി എല്ലാ റമദാനിലും സക്കാത്തുമായി ബന്ധപ്പെട്ട ഖുത്ബ കേൾക്കാറുണ്ട്. പക്ഷെ നിൽക്കണോടത്ത് നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. ഒന്ന് മാറി ചിന്തിക്കുക. ഞാൻ ഇക്കുറി എന്റെ വിഹിതം ഞാൻ നൽകും, അത് കൊടുക എത്ര ഉണ്ട്, നമ്മൾ കംപ്ലീറ്റ് ചെലവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. ഓരോരുത്തരും നിലവാരത്തിനനുസരിച്ച് തന്നെ ചെലവാകും. ചെലവ് കഴിഞ്ഞിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരും കൊടുക്കാണ്ടാവില്ല. വന്നീന്റെ സൂക്ഷ്മതക്കാണ് കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ സേഫാകും. ഏതായിരുന്നാലും പുണ്യ റമദാനിലാണ് സക്കാത്തും സ്വതക്കയും ഒക്കെ ധാരാളം നൽകാനുള്ള മനസ്സുമായി ഇരിക്കുന്ന ആളുകളാണ്. പല നിരക്കുള്ള കലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെപ്പാടെ കൊടുത്തോളി, എല്ലാം പറ്റുന്നിടത്തോളം കൊടുത്തോളി. എങ്കിലും അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഉണ്ടാകും. അതേ നമുക്ക് അവരിലേക്ക് ഉണ്ടാവുള്ളൂ. ഇത്ബുൽ മയ്യിത്ത് സലാസ, എല്ലാം നമ്മോട് യാത്രയാകും. നമ്മുടെ കബറിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ആ കർമ്മങ്ങളുമായി അവനെ കണ്ടുമുട്ടി മുത്തഖീങ്ങളായ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാൻ തൗഫീഖ് അവൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. മാ ബഅദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നു പോലെ വിശ്വാസികളെ, സക്കാത്തുമായി ബന്ധപ്പെട്ട അല്പഞ്ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. എല്ലാവരും ആ വിഷയത്തിൽ ഗൗരവത്തോടെ കാണുക, നിലപാടുകൾ സ്വീകരിക്കുക, മാറ്റത്തിനൊരുക്കമാവുക. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ഈ വാക്ക് കേൾക്കുന്നൊന്നും ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഒഹറവിയായ ജീവിതത്തിനാണ്. മറിച്ചൊന്നുമല്ലേ. ഒരു ചെറിയ പ്രയാസം വന്ന് നമ്മൾ പ്രയാസപ്പായ പോയില്ല പ്രിയപ്പെട്ടവരെ. കാര്യം എല്ലാവരും പ്രാർത്ഥിക്കും. ഒട്ടനവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഴിയുന്നവരുണ്ട്. പിന്നെ സക്കാത്ത് ആർക്കാണ് വിതരണം ചെയ്യേണ്ടത്? ചില ആളുകൾ സക്കാത്തിന്റെ കാര്യം പറഞ്ഞ കുടുംബത്ത് കൊടുത്തു പറഞ്ഞു. കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് 1 കൊല്ലം മാത്രമല്ല, 1 മാസം മാത്രമല്ല, 12 മാസം കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ സക്കാത്ത് കുടുംബത്തിൽ കൊടുത്തോളി. കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഇന്ന് എൻ്റെ അവസ്ഥ സക്കാത്ത് എല്ലാവർക്കും അർഹതപ്പെട്ടവരാണ്. നമ്മൾ കഞ്ഞിയും ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ 365 ദിവസം നമ്മുടെ ഉറപ്പുറപ്പിങ്ങൾ കഞ്ഞി കുടിക്കണി പോലെ കഞ്ഞിയുടെ കാര്യം ശ്രദ്ധിക്കണം. റമളാൻ മാസത്തിൽ മാത്രം കുടുംബങ്ങളെ ആലോചിക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല. നമ്മൾ കഞ്ഞി കുടിക്കുന്നുണ്ട്, നമ്മളെ ജ്യേഷ്ഠാനുജ ബന്ധുക്കൾ കൂട്ടുകുടുംബങ്ങൾ പട്ടിനും പ്രയാസത്തിലാണ്. എന്നാൽ നമ്മളിങ്ങനെ ശുചായിത്തരത്തോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെടൂല. റമളാൻ മാത്രമല്ല വല ശ്രദ്ധിക്കേണ്ടത്, എല്ലാ സമയത്തും അവരുടെ കാര്യത്തിൽ മനസ്സ് വെക്കണം. എന്നാൽ കുടുംബത്തിന് കൊടുക്കേണ്ടെന്നല്ല, പൂർണ്ണത പ്രിയപ്പെട്ടവരെ സംഘടിതമായി ശേഖരിച്ചു വിതരണം ചെയ്യണം. എന്നാൽ ഇതിൽ ശ്രദ്ധിച്ചോളൂ, നമ്മൾ കുടുംബത്തിന് കൊടുക്കാണ്ട് കൊടുക്കുന്ന ചിലപ്പോൾ 5,000 ആക്കണം. എന്നാൽ സെല്ലിൽ നിങ്ങളൊരു 12,000 കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് കമ്മിറ്റിയോട് പറയാം
ഇന്ന ഒരാള് നമ്മളെ മഹലില് പ്രയാസപ്പെടുന്നത് എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഇങ്ങനുണ്ട്, അപ്പോൾ കമ്മിറ്റി അന്വേഷിക്കുന്ന അയാൾ അർഹതപ്പെട്ടവനാണെങ്കിൽ നമ്മൾ 5000 കൊടുക്കണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ കൊടുത്തതിന് 12,000, ഓന് കൊടുക്കണത്തിന് 1,00,000. അതാണ് എന്റെ ഗുണം. മനസ്സിലായല്ലോ? അവൻ അർഹതപ്പെട്ടവനാണെങ്കിൽ നമ്മൾ കൊടുക്കണേക്കാളും ഈ സംഖ്യയിൽ നിന്ന് 1,00,000 രൂപ പ്രശ്നപരിഹാരത്തിന് അവിടുത്തെ അൽഹംദുലില്ലാഹ് അങ്ങനെ ആലോചിക്കണേ. എന്തൊരു റാഹത്താണ് നമ്മുടെ മതം, എത്ര അനുഗ്രഹീതമാണ്. വിശപ്പിന്റെ വിഷയത്തിൽ, പട്ടിണിയുടെ കാര്യത്തിൽ, ദാരിദ്ര്യത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്ന മതമാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം. പിന്നെ വിതരണം ചെയ്യേണ്ടത് ഫക്കീർ എന്ന 8 വിഭാഗത്തിന് സക്കാത്തിന്റെ നൽകേണ്ടതെന്ന്. ഫക്കീർ എന്താ? പ്രയാസം പറഞ്ഞ് പ്രശ്നം നേടുന്നവനാണ് ഫക്കീർ. എന്നാൽ മിസ്കീൻ രണ്ടാമത്തെ ശ്രദ്ധിക്കല്. ചില ആളുകളുണ്ട് തുണിപ്പായം നടപ്പ് ഇപ്പം കണ്ട ഓന് വല്ലാത്തൊരവസ്ഥയും തോന്നും, പക്ഷെ ഉള്ളു പൊള്ളേക്ക്. അങ്ങനത്തെ പോലെ കണ്ടെത്തി സക്കാത്ത് കൊടുക്കുന്ന പഠിപ്പിക്കുന്നത് ഖുർആൻ പറയും അടയാളം കൊണ്ട് ഓന് കാര്യമായിട്ട് ഒന്നും പ്രയാസമില്ലാത്ത, പക്ഷേ ഓന്റെ ഏറ്റവും മഹനീയ ഗുണം ഒരാളോട് കുത്തി ഒന്നും ചോദിക്കൂല. ഓന് ചിലപ്പോ പച്ചെല്ലാം കുടിച്ച് കിടന്നോളാക്കണം, എന്നാലും ഓന് തന്റെ അഭിമാനത്തെ ക്ഷതം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്തരം മനുഷ്യരെ കണ്ടെത്തിക്കൊണ്ട് സക്കാത്തിന് നൽകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ഫക്കീർ, അതാണ് മിസ്കീൻ. പിന്നെ ആമിലീങ്ങൾക്ക് ശമ്പളം കൊടുക്കുക. ഒരു സക്കാത്തിന്റെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ട്. ആ ഓഫീസിന് പ്രിയപ്പെട്ട ഒരു വാടക ഈ സക്കാസിൽ നിന്ന് കൊടുക്കുക. ഒരു ജോലിക്കാരനുണ്ട്, ഒരു ഓഫീസ് സെക്രട്ടറി ഉണ്ട്. ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി 10, 50, 60 ലക്ഷമൊക്കെ സക്കാത്തിന്റെ വീതം ഓരോരോ മഹലിൽ കിട്ടുന്ന സ്ഥലങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെ ഒരു ഓഫീസ് വേണം, അവിടെ കണക്ക് വേണം. ഓരൊരു 30,000 ശമ്പളം ഇന്ന് കൊടുക്കാം. ഖുർആന്റെ ആയത്ത് ആമിലീങ്ങൾ, അതിന്റെ പണിക്കാർക്ക് സക്കാത്തിന്റെ വീതം 8 വിഭാഗത്തിൽ ഒന്നാണത്. പിന്നെ ദീനോട് ഇങ്ങനെ താല്പര്യമുള്ള ആളുകൾ, ഇസ്ലാം ദീനെ പറ്റി കൃത്യമായ ധാരണയൊക്കെ ഉണ്ട്. എന്നാൽ ഒരു പ്രയാസത്തിൽ ഇടപെട്ടാൽ ചിലപ്പോൾ ഒരു വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വരുമെങ്കിൽ അവർക്കും സക്കാത്തിന്റെ വീതം നൽകാം. പിന്നെ ഖുർആൻ പറയുന്നത് ബന്ധനസ്ഥരെ മോചിപ്പിക്കുക. അക്കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അടിമത്വ മോചന ഇല്ലാതെ ഇങ്ങനെയാണ്. ചെങ്ങലകൾ ബന്ധിക്കപ്പെട്ട മനുഷ്യരെ കയറൂരി വിടാൻ മുതലാളി പറയാ 16 റിയാൽ എന്നാലേ ഈ അടിമയെ മോചിപ്പിക്കുള്ളൂ പറഞ്ഞാല് അത് കൊടുക്കുക. സക്കാത്തിന്റെ വീട്ടിൽ കൊടുത്താൽ മനുഷ്യനെ സ്വന്തമാക്കി വിടാം. എല്ലാ വെള്ളിയാഴ്ചയും അബൂബക്കർ സിദ്ദീഖ് ഓരോരുത്തരും മോചിപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു കയറൂരി വിട്ട ആളാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിശ്വാസികളെ കടബാധിതർക്ക് സക്കാത്ത് കൊടുക്കണം. എന്നാലേ ധാരാളിത്തത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി അവിടുന്ന് ലോണും മറ്റും എടുത്തിട്ട് ഒന്ന് തീരുമ്പോഴത്തേക്ക് മറ്റെടുത്തിട്ട് കുറെ കടക്കിണിയിൽപ്പെട്ടവനല്ല, നിത്യവൃത്തിക്കും മഹീഷത്തിനും പ്രയാസപ്പെട്ടുകൊണ്ട് കടക്കിണിയിലായവനെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത സക്കാത്ത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ദീനിന്റെ മാർഗത്തിനും ഒബിൻസബീൽ വഴിയാത്രക്കാൻ. ഇപ്പൊ അവിടെ വന്നിട്ട് ഒരാൾ പറയാണ്, ഞാനിപ്പോ പാണ്ടിക്കാട് നിന്ന് വരാണ്, പോക്കറ്റ് ഉണ്ടായിരുന്ന പേഴ്സൺ പോക്കറ്റ് അടിക്കപ്പെട്ടു. ജെന്യൂൻ കേസാണെങ്കിൽ സക്കാസിൽ നിന്ന് 1,200 രൂപ ബസ് ചാർജ് കൊടുക്കുക. അതാണ് വഴിയാത്രക്കാരൻ. വിശ്വാസികളെ, അങ്ങനെ 5-8 വിഭാഗങ്ങളിലൂടെയാണ് സക്കാത്തിന്റെ പിൻപോ പറയുന്നത്. നമ്മുടെ മതത്തിന്റെ മഹത്വങ്ങൾ ഇത് എന്നിറങ്ങിയ ആയത്താണ്. 1500 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഖുർആൻ ഇറങ്ങിയ പോലീസിയാണ് മുമ്പ്. അൽഹംദുലില്ലാഹ്. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ സകല മേഖലകളിലും സൂക്ഷ്മത വരുത്തി മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന നോമ്പുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലായ്മയാൽ, അജ്ഞതയാൽ, അവിവേകത്താൽ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് പുറത്തുനിന്ന് ഭാഗ്യത്തിനുമാറാകട്ടെ. രോഗത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്, കണ്ണീരിൽ കഴിയുന്നവരുണ്ട്, ക്യാൻസർ ബാധിതരായി വിഷമിക്കുന്നവരുണ്ട്. റഹ്മാനായ റബ്ബ് അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബങ്ങളെയും അത്തരം രോഗാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഖബറിൽ കിടക്കുന്നവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പൊന്നുപ്പ, നമ്മുടെ പൊന്നു മാതാപിതാക്കൾ ഖബറിലാണ്. അവർ നമ്മോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കാനിട്ടല്ല, അവരാ മൂലയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിരുന്നു. അള്ളാഹു ഏറ്റെടുത്തവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ ഒത്തുചേരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തഖ്വയുള്ള മനസ്സ് റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സക്കാത്തിന്റെ കാര്യത്തിലൊക്കെ ഉണർന്ന് വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ